Many happy returns of the day. അതായത് എൻ്റെ മോന് ജനിച്ച ദിവസമല്ല ഞാൻ ഫസ്റ്റ് ഞാനൊരു ഉമ്മയായ ദിവസം. ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ മുടിയൊക്കെ റെഡിയാക്കി. അപ്പോൾ ദാ സംശയോ കഴിഞ്ഞു. അപ്പോൾ ദാ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ? എന്താ ഇഷ്യൂ പറയും? ബർത്ത്ഡേ. അതെ, മോൻ്റെ ബർത്ത്ഡേ. ഇങ്ങോട്ട് വാ, ബർത്ത്ഡേ ആണ്. അപ്പോൾ ദാ മോനക്ക് ഇന്ന് സ്കൂളുണ്ട് കേട്ടോ. ഇന്ന് 17 ജൂലൈ 17 ഇഷ്യൂ കരഞ്ഞപ്പോൾ ഉമ്മച്ചിപ്പച്ചി ചിരിച്ച ദിവസം അല്ലേ? ഒന്നും മനസ്സിലായില്ല. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ അതാ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് അങ്ങനെയല്ല, ഓനിക്ക് സ്കൂളല്ലേ. അപ്പൊ എന്നാലും എന്തായാലും നമ്മളിപ്പം ബിരിയാണി കാര്യങ്ങളൊക്കെ വെച്ച് ഓനിക്ക് സന്തോഷമായി. ഇന്നിപ്പോ ഇനി ചെറുതായിട്ടൊരു പായസം വെച്ച് ഇവിടെ വരുന്നവർക്ക് ഇറക്കിയിലൊക്കെ വരികയാണെങ്കിൽ ഒരു മധുരം കൊടുക്കാം. വിഷോ ആ മോട്ടർ വയ്ക്കാം. ഇപ്പം ആക്ച്വലി ഇപ്പോൾ സമയം 8:15 അവർക്ക് സ്കൂൾക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ സ്കൂൾക്ക് പിന്നെ സ്വീറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളും അലൗഡ് അല്ല. അപ്പോൾ അവൻ്റെ വകയായിട്ട് ചെറിയൊരു എന്താ പറയുക ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അക്സെപ്റ്റ് ചെയ്യുമോയെന്നൊന്നും അറിയൂല. ഒരു ബുക്ക് കേട്ടോ, ഓ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കുണ്ട്. അത് അവൻ്റെ വകയായിട്ട് കൊടുക്ക്. ഈ ഒരു ബുക്കാണ് കേട്ടോ അവൻ്റെ വക കൊടുക്കുന്നത്. അപ്പോൾ ഇന്നെന്താ ബിരിയാണി ഉണ്ടാക്കാണ്ട് വെച്ചാൽ ഇന്ന് മുഹറം 10 അപ്പം എനിക്ക് നോമ്പുണ്ട്. പിന്നെ അപ്പം നോമ്പെടുത്തൊന്നും പിന്നെ അതുപോലെ വിഷുവിന് സ്കൂളും ആണ്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയത് അതാ കേട്ടോ, നല്ല ബീഫ് ബിരിയാണി ഒക്കെ വെച്ച്. അപ്പോൾ ചെറിയ എൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെന്താ ഇനി എന്തായാലും ജൂജുവിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും വിഷുവിൻ്റെ ബർത്ത്ഡേ അതെന്നെ പറയാം. ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് രാത്രിയൊക്കെ വെച്ചപ്പെട്ടോ, ഉറക്കത്തിൽ പറയുന്ന പോലെ ചെറുതായ ഒരു ഓടിയത്തിലേ അതെന്തായാലും വിഷുവിൻ്റെ വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പം റിട്ടേൺ വരും. അപ്പോൾ ഇതിനേക്കും ഓനെ പറഞ്ഞേക്കട്ടെ വാ. ഈ ക്വാണ്ടിറ്റി കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നത് കുറച്ചുള്ളൂ ഇല്ല കേട്ടോ. അത്യാവശ്യം ഒരു 5-6 ആൾക്ക് കഴിക്കാനുള്ള ഫുഡ് നന്നായിട്ടുണ്ട്. ഇവിടെ ഇത്ര തന്നെ ധാരാളം കേട്ടോ. ഇക്ക് ഉച്ചയ്ക്ക് കഴിക്കുള്ളൂ, പിന്നെ നൈറ്റിലും ഞാൻ വളരെ കുറവാണ്. പിന്നെ മക്കളല്ലേ ഇഷുവും ജൂജും കഴിക്കുന്നതിനൊരു ലിമിറ്റില്ലേ, അപ്പം അത്രേ ഉള്ളൂ. ഇതന്നെ ഉണ്ടാവും ഇവർക്ക് 2 ദിവസം വെച്ച് കഴിക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു. പിന്നെ സാലഡ്സ് ഈ അരിനെല്ലിക്ക പറയാക്കാൻ വയ്യ കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലം നമുക്ക് ഈ ഒരു നൊസ്റ്റാൾജിക് ഫീലാണല്ലോ അരിനെല്ലിക്ക സംഭവങ്ങളൊക്കെ. ഇവിടെ പൊതുവേ ഭയങ്കര ഇഷ്ടം. ബീഫ് ബിരിയാണിയും ബീഫ് ചില്ലി ആട്ടോ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില്ലി നമ്മൾ എന്താക്കി ഉച്ചയ്ക്ക് അന്ന് എടുത്തില്ല. ഇനി പിറ്റേ ദിവസം വെറുതെ എന്താ പറയുക ഈ ബിരിയാണിയിൽ അത്യാവശ്യമുള്ള ക്വാണ്ടിറ്റി ബീഫ് ഇട്ടുകൊണ്ട് അതന്നെ മതിയെന്ന് കരുതി. പിന്നെ നമ്മളെ ജൂജു കുഞ്ഞ് കളിയിലാട്ടോ. എനിക്കൊരു ടോയ്സ് കിട്ടിയാൽ പിന്നെ 2 ദിവസം ആ ടോയിൻ്റെ പിറകെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അന്നേ ദിവസം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഉച്ചക്കുള്ള ഈ ഒരു ക്ലിപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇവിടെ വണ്ടി വന്നിട്ടോ, പെട്ടെന്ന് വണ്ടി വന്നു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങലും വണ്ടി വന്ന് ഓൻ പോയി. മിഠായി വാങ്ങിക്കാൻ സമയം കിട്ടില്ല. ഇൻഷാല്ലാ നാളെ കൊടുത്തു വിടാൻ വെച്ചിട്ടാണ്. പിന്നെ ഓൻ്റെ ഫ്രണ്ട്സൊക്കെ ഓലെ സ്കൂളിൽ ഡയറിയിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും കൊടുത്തു വിടരുത് എന്ന്. അപ്പോൾ നമ്മൾ അത് ഫോളോ ചെയ്യണമല്ലോ, അതാണ്. അപ്പോൾ എന്തായാലും നോമ്പായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഇങ്ങനെ വരുന്നുണ്ട്. ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ കഴിക്കും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോഴത്തെ വിശേഷം. ഇനി ഇൻഷാല്ലാ ഇഷ്യൂ വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കണമൊക്കെ എനിക്ക് ഇഷ്ടമാണ് സർപ്രൈസ് കിട്ടുന്നത്. എന്താ നോക്കട്ടെ, അപ്പോഴത്തെ സിറ്റുവേഷനനുസരിച്ച് ബാക്കി അതുപോലെ ചെയ്യാം. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ തയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിഷുവിന് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാമെന്ന് അങ്ങാടി പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ജൂജും ഇക്കും കൂടെ പോവാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ടോയ്സിൻ്റെ ഷോപ്പിൽ കയറാമെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ തുറക്കൽ തന്നെ ഒരു ടോയ് മാളുണ്ടല്ലോ. അപ്പം അവിടെ ഇപ്പോൾ കണ്ടില്ല ബൈപ്പാസൊക്കെ ഭയങ്കര റഷായ ഒരു സമയമാണ് ഇപ്പോൾ ഒക്കെ. പിന്നെ നല്ല ഒരുപാട് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്ന് ബിൽഡിങ്ങുകളും എല്ലാമാണ്. ഇപ്പം ഈ ബൈപ്പാസ് പോയാൽ തന്നെ ഫുള്ള് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ തുറക്കുന്ന ടോയ് മാളിൽ നിന്ന് വിഷുവിന് ഇഷ്ടം ചെറിയ ഒക്കെ വലിയ വലിയ കാറൊക്കെ ഒരുപാട് കളിച്ചതാണ്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കേണ്ടി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പ് വന്നിട്ട് ഹോട്ട് വീലിൻ്റെ ഒരു കാറായിട്ട് വാങ്ങുന്നത്. അത് ഇതാ ഇവിടെ ഗിഫ്റ്റ് ബോക്സിൽ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇപ്പം എന്താ പിന്നെ എനിക്കൊരു പോക്കിമോൻ്റെ കാർഡ് പിന്നെ ജൂജുവിനൊരു ചെറിയ ടോയ്സും അതേപോലെ തന്നെ നമ്മൾ വാങ്ങിട്ടോ. ഓരോ ടോയും കാണുമ്പോൾ പ്രത്യേക രസം കേട്ടോ. ജൂജുവിന് ഓരോന്ന് കാണുമ്പോഴും ഓരോരോ ഇഷ്ടമല്ലേ, എല്ലാത്തിലും പോയി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ വേണമെന്നൊന്നും വാശിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഒന്ന് ഇഷ്യൂക്കോ ഒന്ന് ജൂജുക്കോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഫേസ് ഉണ്ടില്ലേ, ഞാൻ അത്യാവശ്യം കുറച്ചിങ്ങനെ ടയേർഡായിട്ടോ. എനിക്ക് ഉച്ചയാകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തില്ലെങ്കിൽ വലിയ ക്ഷീണമെന്നറിയില്ലേ അവസ്ഥയാണ്. അപ്പം പിന്നെന്തൊക്കെ പിന്നെ നമ്മൾ ഇവിടെ ഒരു കിഡ്സിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. ഇഷുവിനും കൂടെ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി പോയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പം ഇഷുവിനുള്ള നല്ലതൊന്നും കിട്ടിയില്ല. അപ്പോൾ ജൂജുവിന് ഒരു 3-4 കൂട്ടെടുത്ത് കേട്ടോ. അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ. ഹലോ പന്ന ശരിക്കും പറയും, ഹലോ പറയും, ഹലോ. അപ്പോൾ ദാ ഞങ്ങൾ ഇവിടെ ഒരു ബേക്കൺ ടേസ്റ്റിലൊന്ന് കയറി വരാം കേട്ടോ. എന്താ കിട്ടിയേ? അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ നമ്മളൊരു പായസം ഉണ്ടാക്കിട്ടോ. എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് കൊണ്ട് പായസം ഉണ്ടാക്കാൻ തോന്നുകയും ചെയ്ത്. ഞാൻ രാവിലെ ഇങ്ങനെ മനസ്സിലുണ്ട്, പക്ഷെ നോമ്പായതുകൊണ്ട് ഇങ്ങനെ ഒരു മടി അറിയില്ല. അപ്പോൾ ആ കുഞ്ഞ് സേമിയ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനോട് പായസം ഉണ്ടാക്കി കേക്കൊക്കെ കൊടുത്ത്. അപ്പം ജൂജു കൊണ്ടുവന്ന വാങ്ങിച്ച ഡ്രസ്സ് അതേപോലെ റിഹേഴ്സൽ എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അവനക്ക് പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ അപ്പം തന്നെ ട്രൈ ചെയ്യണം. പിന്നെ തങ്കരിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. താങ്ക് യു റീ. എന്റെ കുപ്പായി കാണിച്ചിട്ട് എല്ലാവർക്കും ഈ അടിപൊളി ചെയ്യണില്ലേ? ഒന്നുകൂടി എല്ലാം അടിച്ചോ ഗൈസ്? അത് വന്നിട്ടുണ്ട് ഇഷുവിന്റെ ഫ്രണ്ട്. ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നാണ് കേട്ടോ ഇഷു. തന്നെ ജൂജുന്റെ കുപ്പായം കാണിച്ചിട്ടാ അതുപോലെ. അങ്ങനെ അതാ ചെറിയ രീതിയിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഇഷുമോ സ്കൂളിലൊക്കെ വന്നിട്ടോ. പിന്നെന്താ പറയുക, ഇൻഷാല്ലാ എനിക്ക് ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ്. അപ്പോൾ വണ്ടിയിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് പിന്നെ ഒക്കെ ഒരു ഷോപ്പൊക്കെ വിളിച്ചു, ഒരു ബേക്കറി ഷോപ്പിക്ക്. അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങൾ ബേക്കറി ഐറ്റംസ് കുറച്ച് വാങ്ങിയിട്ട്. അവിടെ പിന്നെ ബേക്കറി എല്ലാം യൂസ് ചെയ്യില്ല. എനിക്ക് ഈ ഫ്രണ്ട് ക്യാമറയിൽ പറയുമ്പോൾ എൻ്റെ കൈ ഭയങ്കരമായിട്ട് പെയിനാവും. സംഭവം ഇഷ്ടപ്പെട്ടൊരു സംഭവമുണ്ട്. അത് ആക്ച്വലി വാങ്ങിക്കൊടുക്കാത്ത എന്താ വെച്ചാൽ മക്കൾ ഇഷ്ടപ്പെടുമ്പോഴത്തേനൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു ശീലം എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഞാനതിന് വല്ല പ്രൊമോട്ട് ചെയ്യില്ല. കാരണം കുറച്ചൊക്കെ ആഗ്രഹിച്ചും മോഹിച്ചൊക്കെ കിട്ടുമ്പോഴേ അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വാങ്ങിച്ചു കൊടുക്കണം ഇൻഷാല്ലാ. നമ്മളല്ലാണ്ട് പിന്നെ നമ്മളെ മക്കൾക്ക് പിന്നെ ആരാ വാങ്ങിച്ചു കൊടുക്കുക. അപ്പം അതിന് കുറച്ച് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ടാവണം കേട്ടോ. അപ്പം എന്തായാലും അത് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കുക. അപ്പം അവനക്ക് ചെറിയ രീതിയിലൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും അവനക്ക് സന്തോഷം കിട്ടും. നമുക്ക് ഭയങ്കര ചെറിയൊരു സർപ്രൈസ്, ചെറിയ ഗിഫ്റ്റ് കൊടുത്താൽ തന്നെ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരാളാട്ടോ. അപ്പോൾ എന്നെപ്പോലെ തന്നെയാണ് ഏകദേശം അവൻ്റെ ക്യാരക്ടറും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം എവിടെ എത്തി? അപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ വാങ്ങി. നമ്മൾ ഗിഫ്റ്റ് ചെറിയ 2 ഗിഫ്റ്റ് ആട്ടോ വാങ്ങിച്ചേ. ഷോനെ സംബന്ധിച്ച് ഓനക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന 2 ഗിഫ്റ്റുകളുമാണ്. അപ്പം വാല്യൂലല്ലല്ലോ അതിൻ്റെ കാര്യം, അതിൻ്റെ ആ ഒരു ഇഷ്ടമാണല്ലോ നമ്മൾ മെയിനായിട്ട് കണക്കാക്കുക, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പം എന്തായാലും ഓനക്ക് ഇഷ്ടപ്പെടുക വെച്ചാൽ അത് നമ്മൾ പാക്ക് ചെയ്തിട്ട് എന്താക്കി ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചൊന്നും ഓനോ പറഞ്ഞിട്ടില്ല കേട്ടോ. ബ്രൗൺ ബീൻസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇൻഷാല്ലാ മഗ്‌രിബിന് ഇഷാക്ക് ശേഷം, അതായത് ആഫ്റ്റർ 8:30ക്ക് ശേഷം, അതുവരെ എനിക്ക് ചെറിയ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കട്ട് ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ ഓന് ചെറിയൊരു കേക്കോ ഓനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സ്വീറ്റോ അവിടുന്ന് കൊടുക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അതൊക്കെയാണ്. അപ്പോൾ ജൂജ് വന്നപ്പോൾ തന്നെ ഗിഫ്റ്റ് ഉണ്ട് ഓന് പറയരുത് പറഞ്ഞിട്ട്, എന്നാലും ഓൻ പൊളിക്കൂട്ടോ. അപ്പോൾ ഓൻ ഇഷുവിന് ചെറിയ ഡൗട്ട് അടിച്ചോന്ന് തോന്നണം. പിന്നെ എന്തായാലും എവിടെ പോകണില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇപ്പോൾ കളിക്കാൻ പോയിട്ടോ. ഓൻ്റെ ഫ്രണ്ട് ആദ്യം വന്നില്ലേ, അപ്പോൾ ഓൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ചെറിയ 2 ഗിഫ്റ്റും പിന്നെ ബ്രൗൺ ബീൻസ് വെച്ച് ചെറിയൊരു പാർട്ടി മാതിരി ഒന്ന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് അവിടെ വെച്ച് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇൻഷാല്ലാ ഇനി എങ്ങനെ അറിയില്ല കാര്യങ്ങളൊക്കെ എന്താക്കാം. അപ്പോൾ കാണാൻ എനിക്കിപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടോ, പാമ്പ് കൊടുക്കാനായി. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ പായസം ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ എല്ലാ പാലും ആ ചെറിയ സേമിയല്ല അത് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ചെറിയ സ്വീറ്റ്സ്. അപ്പം ഇവിടെ വരുന്ന വിൽക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സെല്ലാം ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാച്ചു. അപ്പം ഒരു ഫ്രണ്ടും ഒക്കെ വന്നിരുന്നു, അപ്പോൾ ഒരു കുടിച്ചു. ഇനിയിപ്പം കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അപ്പോൾ നമുക്കും കുടിക്കാം. ചെറിയ മധുരമല്ലേ, അതായത് എൻ്റെ മോന് ജനിച്ച ദിവസമല്ല ഞാനൊരു ഉമ്മയായ ദിവസം. അല്ലാ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു
40-35 ഇതിൻ്റെ ഇടയിലാണ് അവൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു റംലാൻ മാസമായിരുന്നു കേട്ടോ. റംലാൻ വെച്ച് നോക്കുമ്പം പിന്നെ കർക്കിടം മാസം തന്നെയായിരുന്നു. റംലാന് എട്ടാമത്തെ മാസം. അപ്പോൾ റംലാൻ 8-ന്. അപ്പോൾ ഇന്നിതാ മൊഹറം നോമ്പാണ് ഓന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അൽഹംദുലില്ലാ എൻ്റെ കുട്ടിക്ക് ഒരുപാട് നല്ല എന്താ പറയുക ആരോഗ്യ ദീർഘായുസ്സും അതുപോലെ തന്നെ ഓൻ്റെ നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ പഠിച്ചാൽ പെട്ടെന്ന് സാധിച്ചു കൊടുക്കട്ടെ. ഒരു ബുദ്ധിമുട്ടും ഒന്നുമില്ലാണ്ട് നമ്മളെ പാരൻസിൻ്റെ ഒക്കെ എപ്പോഴും ദുആ അങ്ങനെയാണല്ലോ, മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുതെന്ന്. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ. പിന്നെന്താ എല്ലാ പാരൻസിൻ്റെയും ഒരു എന്താ പറയുക ഒരു എപ്പോഴുള്ള ദുആ തന്നെ ആയിരിക്കും അവനാൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ ദുആകളിലെ. ഇൻഷാ അല്ലാഹ് പഠിച്ച റബ്ബ് അതൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. പിന്നെ ഇപ്പം എന്താ അത്രയ്ക്ക് എന്നോട് പറയാനില്ല. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾക്ക് പിന്നെ കാണാം. ഞാനെന്തായാലും നോമ്പറക്കാനുള്ള കൈമലേ എഴുതിയതാ നോമ്പറക്കാനുള്ള തയ്യാറെടുപ്പ് നോക്കട്ടെ കേട്ടോ. ജൂജ് മേലെയാണ്. അപ്പം അവിടെ നമ്മൾ കുറച്ച് ഡ്രസ്സും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷൂവിന് വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു, പക്ഷേ ഇഷുവിൻ്റെ സൈസൊന്നും അവിടെ ഇല്ല. അപ്പം ജൂജുവിന് എടുത്ത് ഇഷുവിന് ഇൻഷാ അല്ലാഹ് ഇനി കാണുന്ന സമയത്ത് എടുക്കാം. വലിയ രീതിയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് കേക്ക് കട്ട് ചെയ്ത് ഡെക്കറേഷൻസ് അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒന്നും ഇക്ക പ്രൊമോട്ട് ചെയ്യലുമില്ല. ഞാനിപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുകയില്ല. കാരണം കുട്ടികൾക്ക് ഇത് കണ്ട് പിന്നെ ഒരിക്കൽ കിട്ടണം എന്നുള്ളൊരു മോഹമാണല്ലോ. അപ്പം അത് വെച്ചിട്ട് ചെറിയൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് തോന്നണുണ്ടോ കളി ഇങ്ങനെ കഴിഞ്ഞോ. ഇതെന്താ ആര് അഫ്രു സിൽക്ക് എന്നാ നോക്കട്ടെ. അല്ലോ ആരാ അഫ്രുകാക്കേ അല്ലു എന്ന് വിളിക്ക. ഓ ബബ്ലി ഒക്കെ അല്ലേ. എന്നാ മേലേക്കണോ കളിച്ചീന്നോ. അപ്പൊ സമയം ഇപ്പൊ 9:10 നമ്മൾ ഇഷ്യൂന് ചെറിയ സർപ്രൈസ് വെക്കാൻ വേണ്ടിട്ട് പോവാട്ടോ. പിന്നെ സർപ്രൈസ് പഠിക്കണ്ട ചെല്ലല്ലേ ഏതാ അങ്ങനെ നമ്മൾ കേക്കിൻ്റെ കോഫി ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പൊതുവേ എപ്പോഴും പോകുന്ന ഷോപ്പ് തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ എന്താ പറയുക ഒരു നോർമൽ സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെയാണ്. ഇവിടെ എല്ലാവരും നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളിവിടെ നേരം വൈകി കേട്ടോ. ആക്ച്വലി എന്താ പറയുക ഇഷുവിന് ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കുന്നത് ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ. പിന്നെ ജൂജുവിൻ്റെ ഇടയിൽ ഇതാ ഓനെങ്ങനെ മോട്ടറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഇഷു എൻ്റെ കുട്ടിയാണ്. ഇപ്പോഴും ജൂജു പറയാം ഞാനാണ് ഓനാണ് ഇപ്പം എൻ്റെ കുട്ടി, ഇഷു അമ്മച്ചിൻ്റെ കുട്ടിയാണെന്ന് എപ്പോഴും പറയും. രണ്ടാക്കും ആക്ച്വലി ഇപ്പം എന്നെ ഇഷ്ടമില്ല, ഇക്കനെ ഉണ്ടോ കൂടുതൽ ഇഷ്ടം. അപ്പം ഇവിടെ എത്തി പിന്നെ നമ്മൾ കുറച്ച് നേരം കേക്കിനൊക്കെ വേണ്ടി കേക്കിന് കുറച്ച് സംസാരിച്ചിരുന്നു എല്ലാവരും. പിന്നെ കേക്കിൽ പേരൊക്കെ എഴുതി സെറ്റാക്കി. നമ്മൾ ഇന്ന കേക്ക് വേണമെന്നൊന്നും ആദ്യം ഓർഡർ ചെയ്തിട്ടില്ല. അവിടെ ഏതെങ്കിലും ഒരു ചെറിയ കേക്ക് എടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ്, നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണ്. അപ്പം അൽഹംദുലില്ലാ ഇഷുവിൻ്റെ 11th ബർത്ത്ഡേൻ്റെ ഒരു ചെറിയ എന്താ പറയുക ഓനക്കുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമായിട്ടോ നമ്മളിങ്ങനെയൊക്കെ ആക്കുന്നത്, അല്ലാണ്ട് ഒന്നുമില്ല. പിന്നെ ഇതാ ബൗക്ക വന്നിരുന്നു. അപ്പം അവന് ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക പിന്നെ അതിന് ശേഷം പിന്നെ എല്ലാവരും എത്തിയല്ലോ. പിന്നെ ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ഇക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സും റിലേഷൻസൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പം ആൾക്കാരങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. പിന്നെ അത് ആ കേക്കൊക്കെ സെറ്റാക്കിയ ശേഷം പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കട്ടാക്കാന്ന് കരുതി. കത്തിക്കണ്ടേ ഊതല്ല വേണ്ടി ശരിക്കും ഞാൻ ലേറ്റർ കൊടുക്കും. കത്തിച്ചാണ് മുറിച്ചണ്ട് വെളിച്ചം കിടത്തിയാണ്ട് എല്ലാതാക്കണ്ടേ. വെളിച്ചം കിടത്താൻ പാടില്ല. അടിപൊളി ടേസ്റ്റ് വൈസ് ചെയ്യുന്ന
ഷോർട്ടില് എനിക്ക് തോന്നുന്നു യേശുവിനെക്കാട്ടിയും ഭയങ്കര ഇതൊക്കെ ഇഷ്ടമുള്ളത് ജോജുവിനാണ് കേട്ടോ. ഓൻ്റെ ഫേസിലെ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ എല്ലാവരും ഇങ്ങനെ ചെറിയ സ്വീറ്റ്സ് എല്ലാവർക്കും ഇങ്ങനെ അവിടെ ആൾക്കാർക്ക് കൊടുത്ത് നമ്മൾ താഴെ ഫ്ലോറിന് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ അവിടെ നമ്മൾ മാത്രം തന്നെ ഉണ്ടായിരുന്നു. മേലെ പിന്നെ കുറച്ച് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സ്പെഷ്യൽ ഇവൻറ്റിനുള്ള റൂമൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അതൊന്നും എടുത്തില്ല, കാരണം അങ്ങനെ ഡെക്കറേഷൻസ് അങ്ങനെ ആക്കിയിട്ടുള്ള പ്രോഗ്രാമൊന്നും അല്ലല്ലോ. പിന്നെ കേക്ക് കട്ട് ഇത് എല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്ത് കൊടുത്ത് ചെറിയ പീസസ് ആയി. ഓന്റെ ബർത്ത്ഡേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഓക്കെ പിന്നെ നമ്മൾ ഓൾറെഡി അവിടെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് വെച്ചിരുന്നല്ലോ. ഈ ഒരു ചെറിയൊരു ഗിഫ്റ്റിൽ എന്താ തോക്ക് പോലെയാണ് കേട്ടോ. മറ്റേതിൽ ഇഷ്യൂനുള്ള ഗിഫ്റ്റ് ഒന്ന് ചോദിച്ചുക്ക്. പിന്നെ ഹഗ് ചെയ്യാൻ പിന്നെ ഇവർ ഡെയിലി ചെയ്യുന്നുണ്ട്. കിടക്കണേ മുമ്പോൾ എന്താ പറയുക, ഒരു എന്തായാലും ഹഗ് ചെയ്തിട്ട് നന്നാക്കി കിസ്സൊക്കെ ചെയ്തിട്ട് ഒരു രണ്ടാളും കിടക്കുള്ളൂ. അത് പിന്നെ ചെറുതിലേ ഞാൻ ശീലാക്കിയിട്ടുള്ള ഒരു പരിപാടി ചെയ്തിട്ടോ. അതുപോലെ അങ്ങോട്ട് കച്ചറൂടി തെറ്റിയാലും ഓല അത് ചെയ്യേണ്ട സമയത്ത് ഓല അതെന്തായാലും ഫോളോ ചെയ്തിട്ടോ മക്കൾ കിടക്കുള്ളൂ. പിന്നെ ഇഷ്യൂ അവിടെ നിന്ന് തന്നെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കണം. ഗിഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എന്താ ഒരു ചെറിയൊരു കാറും എനിക്ക് പിന്നെന്താ ഒരു കാർഡുമാണ് കേട്ടോ, പോക്കിമോൻ കാർഡ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ എല്ലാവരും സംസാരിച്ച് നിന്ന് പിന്നെ എല്ലാവരും പിരിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ടോക്ക് ഫോഴ്സ് പറഞ്ഞ ഒരു ഷോപ്പ് വന്നിട്ട് എന്തൊക്കെയും നമ്മൾ ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചു. ഞാൻ പിന്നെ ആക്ച്വലി നോമ്പാർന്നുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് പോകുന്നതുകൊണ്ട് എനിക്ക് വിശപ്പൊന്നും കാര്യങ്ങളല്ല, മക്കളൊക്കെ കഴിച്ച് ചെയ്യുന്നു. പിന്നെ ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ ട്രൈ ആക്കി അതൊക്കെ അതായത്. പിന്നെ ഇവിടെ കുറച്ച് നേരം ഇവിടുത്തെ ചായൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റ് വൈസ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടേക്ക് എപ്പോഴൊക്കെ വരാറുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ അടുത്തൊരു പെറ്റ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇഷ്യൂ ജോജുവിനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ പെറ്റ്സിനൊക്കെ ഇങ്ങനെ കാണിച്ചെടുക്കുന്നുണ്ട് ആ ഒരു കമ്പിക്കൂടിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെ എന്തൊക്കെയാണ് ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇഷ്യൂവിൻ്റെ ഒരു പിന്നെ നൈറ്റിൽ പിന്നെ വേഗം വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം സ്കൂളുകളാണല്ലോ. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ മറന്ന്. അപ്പോൾ ഇഷ്യൂ അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്ക് ഇഷ്ടമായോ? ഗിഫ്റ്റൊക്കെ ഇഷ്ടമായോ? ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുത്തത്. പിന്നെ അപ്പോൾ എന്തായാലും ഇന്നലെ ആഴ്ചയിൽ കുറച്ച് ലേറ്റ് ആയിന് വന്നപ്പം, അതുകൊണ്ട് തന്നെ അവൻ്റെ സ്കൂൾ ബസ്സാണ് പോകണം. അങ്ങോട്ട് പോയി ഇപ്പോൾ വരും കേട്ടോ അങ്ങോട്ട്. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്യൂ ഉള്ളപ്പോൾ തന്നെ വൈൻഡപ്പ് ചെയ്യാച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിക്ക് നോക്കി പറയും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുതില്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരോടും ടാറ്റ ബൈ. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം അല്ലേ. ടാറ്റ ബൈ.